ഹായ് ഹായ് പ്രിയപ്പെട്ടവരെ, സിസ്പ്രസ് മീഡിയസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിടാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ നമ്മളിത് മുത്തപ്പ ക്ഷേത്രം, പിന്നെ ഈ ക്ഷേത്രത്തിന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ശബരിമല പോകാൻ വേണ്ടി സാമിയാരെ കെട്ടുനിറ നടക്കുന്നുണ്ടായിരുന്നു. അതാണ് നമ്മൾ ഇന്നിടാൻ വേണ്ടി പോകുന്ന വീഡിയോ. ഇതാ പുതിയൊരാളുണ്ട്, നമ്മളെ അമ്പാടിയിലെ മാമനാണ് വിനീഷ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വീഡിയോയിലൂടെ കാണാം. ഓക്കെ. അയ്യപ്പോ അയ്യപ്പോ നെയ്യഭിഷേകം. സ്വാമി ശരണം. നമ്മളിപ്പോൾ ഇവിടെ 10 മൈൽ മേറ്റടിപ്പറമ്പ് മടപ്പരയിലാണ് ഉള്ളത്. ഞാൻ ഈ ആദ്യമായിട്ട് മാലയിട്ടത് നമ്മുടെ മുത്തപ്പൻ്റെ ക്ഷേത്രനടയിൽ വെച്ചായിരുന്നു. അതായത് 1989 വൃശ്ചികം 1-ാം തീയതി, അതായത് മലയാള മാസം വൃശ്ചികം 1-ാം തീയതിയാണ് ഇവിടുന്ന് മാലയിട്ടത് മുത്തപ്പൻ്റെ ക്ഷേത്രത്തിൻ്റെ മുമ്പിലായി. അന്ന് ക്ഷേത്രം എത്രത്തോളം പുരോഗമനമില്ലാതൊരു സാഹചര്യമായിരുന്നു. എങ്കിലും നമ്മൾ ഒരുപാട് സ്വാമിമാർ ഇവിടെ 40 ദിവസം മണ്ഡലകാലം, അതുപോലെ പൂജയോടൊപ്പം അതുപോലെ തന്നെ മണ്ഡലകാലത്ത് എല്ലാം ഭജന, അതുപോലെ തന്നെ ഭിക്ഷ അങ്ങനെയുള്ള കാര്യങ്ങൾ നടന്ന ക്ഷേത്രമാണ്. ഇപ്പോൾ അതിൻ്റെ ആയിട്ട് സ്വാമിമാർ 10-20 സ്വാമിമാർ എല്ലാ വർഷവും എൻ്റെ കൂടെ തന്നെ ശബരിമലയ്ക്ക് യാത്ര ചെയ്യുന്നുണ്ട്. ഞാൻ 35-40 പേരെ കൊണ്ട് ഞങ്ങൾ ശബരിമലക്ക് പോയത്. ബുദ്ധിമുട്ടില്ല ഇതുവരെ. സ്വാമിമാരെ കൊണ്ട് ബുദ്ധിമുട്ടില്ല, പരിസരവാസികളെ കൊണ്ട് നമുക്ക് നാടും അതുപോലെ അങ്ങനെ അയ്യപ്പനെയും ദൈവങ്ങളെയും വിശ്വസിക്കുന്ന ഒരു പ്രദേശമാണ് കുറ്റ്യാട്ടൂർ മേറ്റടിപ്പറമ്പ്, കുറ്റ്യാർ പ്രദേശം. അപ്പോൾ നമ്മളിപ്പം ഇന്ന് ഇടുന്ന് കെട്ടേർക്ക് നമ്മൾ യാത്രയാവുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ കെട്ടേറിൻ്റെ ഭാഗമായിട്ട് പരിസരത്തുള്ള എല്ലാവരും നമ്മളോട് സഹകരിച്ച് എല്ലാ ഭക്ഷണം ഉണ്ടാക്കി തരാനും അതുപോലെ തന്നെ എല്ലാ കാര്യവും സഹകരിക്കും. അങ്ങനൊരു സ്ഥലമാണ് ഈ കുറ്റ്യാട്ടൂർ. ഭക്തിയോടുകൂടി തന്നെ എല്ലാവരും ഭയഭക്തിയോടുകൂടി കാണുകയും ബഹുമാനിക്കുകയും സ്വാമിമാരെ രീതിയിൽ കണ്ട് ഞാനിപ്പോൾ ഏകദേശം 34 വർഷമായി ശബരിമല പോകുന്നു. അപ്പോൾ ഇതുവരെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഉണ്ടായിരുന്നു, നമ്മൾ കൊറോണയും ഈ പ്രളയമുള്ള സമയത്ത് ശബരിമലയിൽ ആരും കയറാൻ അനുവദിക്കാത്ത കാലഘട്ടത്തിൽ പോകാൻ പറ്റിയില്ല. എൻ്റെ മുൻ കുട്ടിക്കാലങ്ങളിൽ എന്ന് വെച്ചാൽ ഇവിടെയുള്ള ഗുരുസ്വാമിമാർ വൈശ്വർ കുഞ്ഞമ്പോട്ടൻ എന്ന് പറയുന്ന ഒരു അന്ന് അങ്ങനെ ഒരുപാട് ഭക്തർ നേർച്ച നിറയ്ക്കുന്നുണ്ടായിരുന്നു. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. സ്വാമിയെ കണ്ട അയ്യപ്പോ എൻ ഗുരുനാഥ മോഹനരൂപ മോഹിനി സുതനെ കാനനവാസ വൺകുലി വാഹന ജംകുലി വാഹന തോഴ വാവരി തോഴ ഏകാന്തവാസ മർദ്ദന മഷീമ വിനാശക രാഗവിനാശക രോഗവിനാമിയേ. ശബരിമല യാത്ര എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ ഭക്തർക്കും അറിയാം. നമ്മൾ സാധാരണയായി അയ്യപ്പന് കാണാനുള്ള യാത്രയിൽ നമ്മൾ മുൻകെട്ടിൽ അവില്, മലര്, കൽക്കണ്ടി, മുന്തിരി, വെള്ളം ഇങ്ങനെയുള്ള അഭിഷേകം ചെയ്യാനുള്ള നിവേദ്യത്തിനുള്ള സാധനം നമ്മൾ സാധാരണ തലക്കരയിൽ, മുൻകാലങ്ങളിൽ തലക്കലരിയാണ്. ഇപ്പോൾ അത് കാലങ്ങൾ മാറുമ്പോൾ അത് കടയിൽ നിന്ന് വാങ്ങിച്ച് പുഴുങ്ങലരി അങ്ങനെയുള്ളത് എടുത്തിട്ടാണ് പോകുന്നത്. എന്തെങ്കിലും അത് ക്ലിയറായി വൃത്തിയാക്കി കൊണ്ടുപോകണമെന്നില്ലാന്ന് സ്വാമിമാരോട് നമ്മൾ കൊടുക്കാനുള്ള ഉദ്ദേശം. ഒരു ഗുരുസ്വാമി എന്ന നിലയിൽ നമുക്ക് കൊടുക്കാനുള്ള ഉദ്ദേശം അതാണ്. അപ്പോൾ നമ്മൾ മുൻകെട്ടിൽ നിവേദ്യത്തിനുള്ള അരിയും അതുപോലെ തന്നെ അവില്, മലര്, കൽക്കണ്ടി, മുന്തിരി, വെള്ളം എന്നീ സാധനങ്ങളുമാണ് കൊണ്ടുപോകുന്നത്. അതിൽ പിൻകെട്ടിൽ നമ്മൾ സാധാരണ ഇടുന്നത് എന്ന് വെച്ചാൽ ഭഗവാന്റെ നമ്മുടെ യാത്രാമധ്യേ നമ്മൾ മുൻകാലങ്ങളിൽ അയ്യപ്പൻ്റെ ശാസ്ത്രവിധി പ്രകാരം അങ്ങനെ എഴുതിയിരിക്കുന്നത് പിൻകെട്ടിൽ അയ്യപ്പൻ്റെ യാത്രയിൽ, നമ്മൾ ശബരിമല യാത്രയിൽ നമുക്ക് വെച്ച് കഴിക്കാനുള്ള ആഹാരപദാർത്ഥങ്ങളാണ് പിൻകെട്ടിൽ വെക്കുക. അപ്പോൾ അതിന് ഉള്ള അരി, തേങ്ങ അതുപോലെ തന്നെ മറ്റുള്ള സാധനങ്ങൾ, അനുബന്ധ സാധനങ്ങളാണ് വെക്കുന്നത്. അപ്പോൾ ഇപ്പം മുൻപത്തെ പോലെ പമ്പ, എരുമേലി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും ഭക്ഷണം വെച്ച് കഴിക്കുന്നില്ല. ആയതുകൊണ്ട് അതിൻ്റെ സാധനങ്ങളും ചുരുക്കം വന്നു കുറച്ച്. ഇപ്പം ഈ വർഷം മുതൽ കോടതിയുടെ നിയമം പ്രാബല്യത്തിൽ വന്നില്ലെങ്കിലും
വന്നിട്ടുണ്ട്. പിന്നെ മറ്റുള്ള പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ്, പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സാധനങ്ങളും കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ള ഇതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം അങ്ങനെ ഒരു നിയമം ഇല്ലതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലായ മറ്റേ തേനിൻ്റെ ബോട്ടിലും അതുപോലെ തന്നെ പനിനീരിൻ്റെ ബോട്ടിൽ, അങ്ങനെ മഞ്ഞൾപ്പൊടീൻ്റെ പ്ലാസ്റ്റിക് കവർ, ഇതെല്ലാം നമ്മൾ ഇവിടുന്ന് ഒഴിവാക്കുക. അതെന്തായാലും നമ്മളെ പിന്നെ നാടിന് വേണ്ടിയുള്ള ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണ് സർക്കാരിൻ്റെ ഒരു തീരുമാനം. അതുപോലെ തന്നെ അതിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ തീരുമാനം കോടതി ആരാഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആ സാധനങ്ങൾ നമ്മൾ ഇപ്രാവശ്യം കെട്ടിൽ വെച്ചിട്ടില്ല. അപ്പോൾ സ്വാമിമാർ പോകുന്നത് നല്ല ഭംഗിയോട് അത് തൃപ്തിയോട് കൂടി. ആദ്യം കെട്ട് നിറക്കുന്നത് കന്നിസ്വാമി മാറുന്നതായിരിക്കും. അങ്ങനെ കന്നിസ്വാമി മാറത്തെല്ലാം കെട്ട് നിറച്ചു. അതിനുശേഷം പഴമക്കാർ നിറച്ചു. ഏറ്റവും ഒടുവിലായിട്ട് കെട്ട് നിറ നടത്തുന്നത് ഗുരുസ്വാമീൻ്റെതാണ്. ഇപ്പോൾ ഈ കൂട്ടത്തിലുള്ള ഗുരുസ്വാമിയായ രഞ്ജിത്ത് സ്വാമീൻ്റെ കെട്ട് നിറ ചടങ്ങാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വാമി ശരണം അയ്യപ്പ. നമ്മൾ സാധാരണയായിട്ട് ഇവിടുന്ന് നമ്മുടെ മുത്തപ്പ ക്ഷേത്രത്തിൽ നിന്ന് ശബരിമലക്ക് പോകുന്നതാണ്. സ്വാമിയുടെ ഐതിഹ്യം അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളെല്ലാം ഭക്തർക്ക് അറിയുന്നതാണല്ലോ. സ്വാമിയുടെ എല്ലാ ചിട്ടയോടും കൂടി ഭക്തർ മലക്ക് പോകുന്ന ഒരു സാഹചര്യമാണ്. ഒരു 10-35 വർഷങ്ങളായിട്ട് ഞാൻ തന്നെ മാലയിട്ടിട്ട് ഏകദേശം ഒരു 1990 കാലഘട്ടത്തിലാണ് ഞാൻ മാലയിട്ടത്. അന്ന് മുതൽ ഇന്ന് വരെ ബുദ്ധിമുട്ടില്ലാതെ 2 വർഷം മാത്രമേ നമുക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അതുപോലെ നമുക്ക് എല്ലാവിധ സഹായം ഈ മുത്തപ്പൻ ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തു തരുന്നുണ്ട്. ഇവിടെ നമ്മൾ ഈ വർഷവും നമ്മൾ ശബരിമലക്ക് പോകുന്നതാണ്. പിന്നെ നമുക്ക് നമ്മുടെ സ്വാമിമാർ എന്നെക്കാളും കൂടുതൽ സീനിയറിറ്റിയുള്ള കൂടുതൽ പ്രാവശ്യം ശബരിമലക്ക് പോയ സ്വാമിമാരുണ്ട്. ഇവിടെ ചന്ദ്രേട്ട സ്വാമിയുണ്ട്, ലക്ഷ്മേട്ട സ്വാമിയുണ്ട്, അങ്ങനെ സ്വാമിമാരുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കൂടെ തന്നെ 10-22 വർഷം വരെ രഞ്ജിസ്വാമീൻ്റെ നേതൃത്വത്തിലാണ് ഈ പ്രാവശ്യം നമ്മളെല്ലാവരും ശബരിമലക്കേക്ക് പോകുന്നത്. സ്വാമിയേ ശരണമയ്യപ്പ
അയ്യപ്പോ സ്വാമി ശരണം അയ്യപ്പ ശരണം സ്വാമി ശരണം ഭഗവതിയേ സ്വാമിയേ അയ്യപ്പോ സ്വാമിമാരെ അയ്യപ്പന്മാരെ ഭഗവാനേ സ്വാമിയേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻറ്റ് ഷെയർ സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ടാറ്റാ.